ഹായ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇന്നത്തെ ലെസൺ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇംഗ്ലീഷിൽ വിൽ ബി, ക്യാൻ ബി, ഷുഡ് ബി ആൻഡ് മസ്റ്റ് ബി ഇവയുടെ യൂസ് എന്താണ്, എങ്ങനെയാണ് അത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആവശ്യമായി വരിക എന്ന് നമുക്ക് പല എക്സാമ്പിൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എപ്പോഴും നമ്മൾക്ക് മലയാളത്തിൽ ആവശ്യം വരുന്ന കാര്യങ്ങളാണ് ആകും, ആകണം, എനിക്കങ്ങനെ ആകാൻ പറ്റും, എനിക്കങ്ങനെ ആയേ പറ്റൂ എന്നൊക്കെ. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഈ പ്രയോഗങ്ങളൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുക എന്നാണ് ഇന്നത്തെ നമ്മുടെ ലെസൺ. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ആദ്യം വിൽ ബി, മലയാളത്തിൽ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ ആകും എന്നാണ്. ഞാൻ ഹാപ്പി ആകും, ഞാൻ സന്തോഷമുള്ളവളാകും, അല്ലെങ്കിൽ ഞാൻ സന്തോഷമുള്ളവനാകും എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഐ വിൽ ബി ഹാപ്പി. വിൽ ബി എന്നവിടെ ഉപയോഗിച്ചു. ഐ മീൻസ് ഞാൻ ഹാപ്പി ആകും എന്നാണ് അവിടെ അർത്ഥം. ഐ വിൽ ബി കോൺഫിഡൻറ്റ്. ഞാൻ കോൺഫിഡൻറ്റ് ആകും. കോൺഫിഡൻറ്റ് മീൻസ് ആത്മവിശ്വാസമുള്ള. ഐ വിൽ ബി റെസ്പോൺസിബിൾ. ഐ വിൽ ബി റെസ്പോൺസിബിൾ. ഞാൻ റെസ്പോൺസിബിൾ ആകും. റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്ത ബോധമുള്ളവർ. ഐ വിൽ ബി ഓണസ്റ്റ്. ഞാൻ ഓണസ്റ്റ് ആകും എന്നാണ്. ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ. അപ്പോൾ ഐ വിൽ ബി ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ സത്യസന്ധത ഉള്ള ആളായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. എപ്പോഴും ആകും എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു ഭാവിയിൽ, അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനാണ്. ഭാവിയിൽ അതായത് ഫ്യൂച്ചറിൽ ഞാൻ അങ്ങനെയാകും ഇങ്ങനെയാകും എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമുക്കെപ്പോഴും ഉപയോഗം വരുന്ന ഒരു പ്രയോഗം ആണ് അത്. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വിൽ ബി. നെക്സ്റ്റ് വൺ ക്യാൻ ബി. ക്യാൻ ബി എന്ന് പറഞ്ഞാൽ ആകാൻ പറ്റും എന്നാണ്. എനിക്കങ്ങനെ ആകാൻ കഴിയും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഐ ക്യാൻ ബി ഓണസ്റ്റ്. എനിക്ക് സത്യസന്ധത ഉള്ള ആളാവാൻ പറ്റും, എനിക്കങ്ങനെ ആകാൻ പറ്റും. ഐ ക്യാൻ ബി ഓണസ്റ്റ്. ഐ ക്യാൻ ബി റെസ്പോൺസിബിൾ. റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞത് ഉത്തരവാദിത്ത ബോധമുള്ളത്. എനിക്ക് ഉത്തരവാദിത്ത ബോധമുള്ള ഒരാളാകാൻ സാധിക്കും, കഴിയും. ഐ ക്യാൻ ബി കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആത്മവിശ്വാസം ഉള്ള ആളാകാൻ പറ്റും. നെക്സ്റ്റ് വൺ ഷുഡ് ബി. ഷുഡ് ബി എന്ന് പറഞ്ഞാൽ ആകണം എന്നാണ്. പലപ്പോഴും നമ്മൾ ഒരാളെ ഉപദേശിക്കുമ്പോൾ, അതായത് അഡ്വൈസ് കൊടുക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ട്, നീ അങ്ങനെ ആകണം. യു ഷുഡ് ബി കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ നീ കോൺഫിഡൻറ്റ് ആകണം, ആത്മവിശ്വാസമുള്ള ആളാകണം. യു ഷുഡ് ബി റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാലോ, നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാവണം, ചുമതലാബോധമുള്ള ആളാകണം. ഷുഡ് ബിയുടെ ഒരു യൂസ് അതാണ്. നെക്സ്റ്റ് വൺ മസ്റ്റ് ബി. ഇത് വളരെ നിർബന്ധപൂർവ്വം പറയുന്ന ഒരു കാര്യമാണ്. യു മസ്റ്റ് ബി റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയേ പറ്റൂ. യു മസ്റ്റ് ബി റെസ്പോൺസിബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് നിങ്ങൾ ഉത്തരവാദിത്ത ബോധമുള്ള ആളായേ പറ്റൂ. അതൊരു വളരെ വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. അപ്പോഴാണ് നമ്മൾ മസ്റ്റ് ബി ഉപയോഗിക്കുന്നത്. ഐ മസ്റ്റ് ബി കോൺഫിഡൻറ്റ്. എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായേ പറ്റൂ. അത് വളരെ നിർബന്ധമായ കാര്യമാണ്. ഐ മസ്റ്റ് ബി ഓണസ്റ്റ്. ഐ മസ്റ്റ് ബി റെസ്പോൺസിബിൾ. ഇതൊക്കെ വളരെ നിർബന്ധപൂർവ്വം പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വിൽ ബി, അതുപോലെ ക്യാൻ ബി, ഷുഡ് ബി ആൻഡ് മസ്റ്റ് ബി ഇതിൻ്റെ ഒരു യൂസ് മനസ്സിലായല്ലോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിൽ ബി ആണെങ്കിലും ക്യാൻ ബി ആണെങ്കിലും ഷുഡ് ബി ആണെങ്കിലും മസ്റ്റ് ബി ആണെങ്കിലും എല്ലാം ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും മാറി മാറി നമുക്ക് ഉപയോഗിക്കാം. സെൻറ്റൻസിൻ്റെ ഘടനയിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. ഐ വിൽ ബി റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ റെസ്പോൺസിബിൾ ആകും എന്നാണ്. അതേസമയം യു വിൽ ബി റെസ്പോൺസിബിൾ, നിങ്ങൾ റെസ്പോൺസിബിൾ ആകും. പല ഡിഫറെൻറ്റ് സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഐ ആവാം, യു ആവാം, വി നമ്മൾ, ദേ അവർ, മൈ നൈബേഴ്സ് എൻ്റെ അയൽപക്കത്തുള്ള ആളുകൾ, മൈ ചിൽഡ്രൻ എൻ്റെ കുട്ടികൾ, മൈ സിസ്റ്റേഴ്സ് എൻ്റെ സിസ്റ്റേഴ്സ്. പല ഡിഫറെൻറ്റ് സബ്ജക്ട്സ് മാറി മാറി ഒന്ന് നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. വി വിൽ ബി ഹംബിൾ. നമ്മൾ വിനയമുള്ളവരാകും. വി ക്യാൻ ബി ഹംബിൾ. നമുക്ക് വിനയമുള്ളവരാകാൻ സാധിക്കും. വി ഷുഡ് ബി ഹംബിൾ. നമ്മൾ വിനയമുള്ളവരാകണം. വി മസ്റ്റ് ബി ഹംബിൾ. നമ്മൾ വിനയമുള്ളവരായേ പറ്റൂ. ദേ വിൽ ബി ലോയൽ. അവർ വിശ്വസ്തരാകണം. ദേ ക്യാൻ ബി ലോയൽ. അവർക്ക് വിശ്വസ്തരാകാൻ സാധിക്കും. ദേ ഷുഡ് ബി ലോയൽ. അവർ വിശ്വസ്തരാകണം. ദേ മസ്റ്റ് ബി ലോയൽ. അവർ വിശ്വസ്തരായേ പറ്റൂ. ഹി വിൽ ബി സ്മാർട്ട്. അവൻ സ്മാർട്ട് ആകും. ഹി ക്യാൻ ബി സ്മാർട്ട്. അവന്
സ്മാർട്ട് ആകാൻ സാധിക്കും. ഹീ ഷുഡ് ബി സ്മാർട്ട്. അവൻ സ്മാർട്ട് ആകണം. ഹീ മസ്റ്റ് ബി സ്മാർട്ട്. അവൻ സ്മാർട്ട് ആയേ പറ്റൂ. എല്ലാവർക്കും വിൽ ബി, ക്യാൻ ബി, ഷുഡ് ബി ആൻഡ് മസ്റ്റ് ബി എന്ന ഈ പ്രയോഗങ്ങളുടെ ഒരു യൂസ് മനസ്സിലായല്ലോ. ഇത് പല സബ്ജക്ട്സ് മാറി മാറി വെച്ച് അതുപോലെ തന്നെ പല ഡിഫറെൻ്റ് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിച്ചും പരിശീലിക്കുക. മാത്രമല്ല ഈ ഒരു കൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. വിൽ ബി എന്ന് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ക്യാൻ ബി നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഷുഡ് ബി, മസ്റ്റ് ബി ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതിനനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകും.